രാജ്യത്തെ നടുക്കിയ ആകാശ ദുരന്തത്തിൽ നിന്ന് അവിശ്വസനീയമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. എല്ലാവരും മരണപ്പെട്ടു എന്ന് കരുതിയിരുന്നിടത്ത് നിന്ന് ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടിരിക്കുന്നു. അതും കാര്യമായ പരിക്കുകളൊന്നുമില്ലാതെ. ഒരു അവിശ്വസനീയ സംഭവം എന്ന് തന്നെ വേണം പറയാൻ. അദ്ദേഹത്തിന്റെ പേര് രമേശ് വിശ്വാസ് കുമാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹം ഇന്ത്യൻ വംശജനാണെങ്കിലും ബ്രിട്ടീഷ് പൗരനാണ്. കഴിഞ്ഞ കഴിഞ്ഞ 20 വർഷമായിട്ട് അദ്ദേഹം ലണ്ടനിൽ താമസിക്കുകയാണ്. സഹോദരനോടൊപ്പം ലണ്ടനിലേക്ക് മടങ്ങുമ്പോഴാണ് ഇത്തരത്തിൽ അപകടമുണ്ടായത്. അദ്ദേഹം പറയുന്നത് വിമാനം അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന് ഏതാണ്ട് 30 സെക്കൻഡുകൾ കഴിഞ്ഞപ്പോഴത്തേക്ക് വലിയൊരു ശബ്ദം കേട്ടെന്നും പിന്നീട് താൻ താഴെ വീണ് കിടക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണുന്നത് ചുറ്റും മൃതദേഹങ്ങളാണ്. ഇത് കണ്ട് അദ്ദേഹം എഴുന്നേറ്റ് ഓടിയെന്നും പിന്നെ മറ്റു ചിലർ വന്ന് തന്നെ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു എന്നുമൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു രക്ഷപ്പെടൽ എന്ന് പറഞ്ഞാൽ അവിശ്വസനീയം എന്ന് തന്നെ വേണം പറയാൻ. കാരണം 242 പേർ യാത്ര ചെയ്തിരുന്ന വിമാനത്തിൽ വിമാനം ഒരു തീഗോളമായി മാറുമ്പോൾ ആരും അതിനകത്ത് രക്ഷപ്പെട്ടു എന്ന് നമുക്ക് തോന്നില്ല. അതുപോലെ തീഗോളമാണ് അവിടെ ഉണ്ടായത്. ആ സംഭവത്തിൽ നിന്നാണ് ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത്. ഇനി ഉത്തരം കിട്ടേണ്ടത് ഈ വിമാനം എങ്ങനെ അപകടപ്പെട്ടു എന്നുള്ളതാണ്. അതറിയാൻ വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. കാരണം ഈ വിമാനം പറത്തിയത് പരിചയസമ്പന്നനായിട്ടുള്ള പൈലറ്റുമാരാണ്. ഇനി ഇതിന്റെ മറ്റു വിശദാംശങ്ങൾ, ഇതെങ്ങനെ അപകടം സംഭവിച്ചു, ഇനി മറ്റെന്തെങ്കിലും ആണോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വിശദമായ അന്വേഷണം വേണം. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തണം. എന്തായാലും ആ ഒരു ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കാത്തിരിക്കുന്നത്.